ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രം FIR. പത്രപ്രവർത്തകനായ റോയ് പുതിയ അന്വേഷണത്തിലാണ്. കുഴൽപ്പണ ശൃംഖലയുടെ ഒരു കണ്ണിയെ കാത്തിരിക്കുകയാണ്. അയാൾ വഴി അതിന്റെ ഉറവിടത്തിലെത്താം എന്ന വിശ്വാസത്തിൽ. റോയിയുടെ പല ആർട്ടിക്കിളുകളും പല വൻപന്മാരുടെയും MP സ്ഥാനം പോലും കളഞ്ഞിട്ടുണ്ട്. പെട്ടെന്നാണ് ബഷീറിന്റെ വരവ്. ബഷീറിനെ തെരുവിൽ കണ്ടിരുന്നു, ഒരു സാധാരണ തെരുവ് കച്ചവടക്കാരനായി. റഹീം ഹാജിക്ക് റോയിയെ ഒന്ന് കാണണം, അത് പറയാനും കൂട്ടിക്കൊണ്ടു പോകാനുമാണ് ബഷീർ വന്നിരിക്കുന്നത്. എന്നാൽ റോയി തിരക്കിലാണത്രേ. ആർട്ടിക്കിൾ എഴുതി റഹീം ഹാജിയുടെ MP സ്ഥാനം കളഞ്ഞ ഒരു ചരിത്രം ഉണ്ടെങ്കിലും ആ വൈര്യം മറന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇതാണ് റഹീം ഹാജി. വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ്. യത്തീംഖാനയും നടത്തുന്നുണ്ട്. മുൻ MP ആയ റഹീം ഹാജി കേരളത്തിലെ നമ്പർ 1 കുഴൽപ്പണ ഇടപാടുകാരനായിരുന്നു. എന്നാൽ തന്റെ സാമ്രാജ്യം തകർന്ന അവസ്ഥയിലാണിപ്പോൾ. തനിക്ക് മുകളിൽ കയറിയ നരേന്ദ്ര ഷെട്ടിയുടെ ഇടപാടുകൾ അന്വേഷിച്ച് മാധ്യമത്തിലൂടെ അപമാനിച്ച് ഷെട്ടിയുടെ സാമ്രാജ്യം തകർക്കാൻ റോയിയെ ഏൽപ്പിക്കുകയാണ് ഹാജി. ഷെട്ടി കോർപ്പറേഷന്റെ സംഭരണ വിതരണ ശൃംഖല തകർക്കാനാണ് ഹാജി പദ്ധതിയിടുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട നാടക ട്രൂപ്പിന്റെ വാഹനത്തെ പിന്തുടരുകയാണ് റോയി. അത് ഒരു കുടുംബയോഗ പരിപാടിയിലെത്തി. റോയിയുടെ അന്വേഷണം കൃത്യമായിരുന്നു. നാടക ഡയറക്ടർ വിദേശ കറൻസി കൈമാറുന്ന ദൃശ്യം റോയ് മറഞ്ഞിരുന്ന് പകർത്തുന്നു. ഇത് നാടക സംവിധായകൻ കാണുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച റോയിയെ ഒരു സംഘം വളയുന്നു. വേട്ടപ്പട്ടികൾ ഓടിച്ചിട്ട് കടിച്ചു കീറി. മൃതപ്രാണനായ റോയിയുടെ മരണം നാടക സംവിധായകൻ ഉറപ്പാക്കുന്നു. രാത്രി ബഷീറും റഹീം ഹാജിയും യാത്ര ചെയ്യുന്ന വഴിയിൽ ഷെട്ടി തടയുന്നു. ഷെട്ടി ബഷീറിന്റെ തോക്കുകൊണ്ട് റഹീം ഹാജിയെ വെടിവെച്ചു കൊല്ലുന്നു. ബഷീർ ചതിക്കുകയായിരുന്നു. ഇനി അയാൾ ഷെട്ടിക്കൊപ്പം. ഷെട്ടിക്കൊപ്പമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർ റഹീം ഹാജിയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുക്കുന്നു. റഹീം ഹാജിയുടെ പാർട്ടി നേതാവ് താഹിർ സാഹിബിനെ കാണാൻ മുഖ്യമന്ത്രി എത്തുന്നു. റഹീം ഹാജിയെ വധിച്ചത് ഷെട്ടിയാണെന്ന് ഇവർക്കറിയാം. ഷെട്ടിയെ ഉടൻ പൊക്കിയാൽ റഹീം ഹാജിയുടെ ബാക്ക്ഗ്രൗണ്ടും പൊതുജനം അറിയും. അത് പാർട്ടിക്ക് നാണക്കേടാകും എന്നാണ് ഇവർ പറയുന്നത്. സംസ്ഥാന വ്യാപകമായി ഒരു സമരവും ഹർത്താലും നടത്താൻ പാർട്ടി നിശ്ചയിക്കുന്നു. ആവശ്യം റഹീം ഹാജിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക എന്നതുതന്നെ. മുഹമ്മദ് സർക്കാർ IPSനെ നിയോഗിക്കാം എന്ന് തീരുമാനം. മുഹമ്മദ് സർക്കാർ IPS കുടുംബത്തോടൊപ്പം. റഹീം ഹാജിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അലവിക്കുട്ടി MLA നിരാഹാര സമരം നടത്തുന്നു. പുതിയ പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കാനും ആവശ്യം ഉന്നയിക്കുന്നു. മുഹമ്മദ് സർക്കാർ സമരപന്തലിൽ എത്തുന്നു. എന്നാൽ അലവിക്കുട്ടിയെ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് സമരക്കാർ. അങ്ങനെ രംഗം ബോധപൂർവം വഷളാക്കി പോലീസിനെ പ്രകോപിപ്പിക്കുന്നു. പോലീസ് ലാത്തിചാർജ് ചെയ്യുന്നു. തുടർന്ന് താഹിർ സാഹിബിന്റെ വീട്ടിലേക്ക് മുഹമ്മദ് സർക്കാർ IPSനെ വിളിപ്പിക്കുന്നു. വർഗസ്നേഹമുള്ള മുസ്ലിം ആണെന്ന് കരുതിയാണ് സാഹിബ് വിളിപ്പിച്ചത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായാണ് സംഭവിച്ചത്. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കണം. DYSP ജോൺ വർഗീസ് മുഹമ്മദ് സർക്കാരിന്റെ വീട്ടിൽ. സർക്കാരിന് ഒരു കോൾ വരുന്നു. ജോൺ വർഗീസിനോട് ഒരു ഓപ്പറേഷന് റെഡിയാകാൻ പറയുന്നു. 5000 കേസ് വിസ്കിയുമായി ഷെട്ടിയുടെ ലോറികൾ വരുന്നു. വിതൗട്ട് എക്സൈസ് ഡ്യൂട്ടി. അത്രേ ഉള്ളോ? വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാനൊക്കെ അല്ലേ സാർ, അവൻ പോവും. രാത്രി മുഹമ്മദ് സർക്കാരും സംഘവും പരിശോധനയിൽ കാര്യമായി ഒന്നും ലഭിക്കുന്നില്ല. പരിശോധന പരിഹാസ്യമായി. പിറ്റേന്ന് പത്രത്തിൽ ഫോട്ടോ സഹിതം. മുഹമ്മദ് സർക്കാരിന് ആഭ്യന്തരമന്ത്രിയുടെ ശാസന. മുഖ്യമന്ത്രി ഒപ്പം നിൽക്കുന്നു. മുഹമ്മദ് സർക്കാർ താഹിർ സാഹിബിന്റെ ബാല്യകാല സുഹൃത്ത് മായിൻകുട്ടിയുടെ മകനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സാഹിബ് മുഹമ്മദ് സർക്കാരിനോട് അടുക്കുന്നു. പോലീസ് മീറ്റിംഗിൽ DYSP ജോൺ വർഗീസിന്റെ വക ഉപദേശം. ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മമാരെയും വിശ്വസിക്കരുത്. ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നെന്ന് പറയാൻ പറ്റില്ല. അതാ നരേന്ദ്ര ഷെട്ടി. ഇതു പറഞ്ഞ് മുഹമ്മദുമായി ഉടക്കുന്നു. റെയ്ഡിന്റെ കാര്യം പറഞ്ഞ് ഫോണിൽ വിളിച്ച പെണ്ണ് ഏതാണെന്ന് ജോൺ വർഗീസിനോട് ചോദിച്ച ഉടനെ ആലീസിനെ എത്തിക്കുന്നു. ഷെട്ടിയുടെ ഒറ്റുകാരിയാണ് ആലീസ്. പോലീസിൽ ഒറ്റുകാരുണ്ടെന്ന് മുഹമ്മദ് സർക്കാരിന് ഉറപ്പാകുന്നു. അത് പോലീസ് മീറ്റിംഗിൽ പറയുന്നു. DYSP ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് പോയ കോൾ ലിസ്റ്റ് കാണിക്കുന്നു. ഷെട്ടിയെ വിളിച്ചതായി മുഹമ്മദ് കാണുന്നു. ആലീസ്
ഡിവൈഎസ്പി ജോൺ വർഗീസിന്റെ ഭാര്യയാണ്. ഇതിനിടയിൽ നരേന്ദ്ര ഷെട്ടി മുഹമ്മദ് സർക്കാരിനെ പല രീതിയിൽ പിന്തുടരുന്നുണ്ട്. വീട്ടിലേക്ക് ഫോൺ കോളും വരുന്നു. ഉടൻ മുഹമ്മദ് ഷെട്ടിയെ കാണാൻ വീട്ടിലേക്ക് പോവുകയാണ്. സർവ്വസജ്ജീകരണങ്ങളുമുള്ള സെക്യൂരിറ്റിയുള്ള വീട്. ഷെട്ടിയെ വെല്ലുവിളിച്ച് പുറത്തേക്ക്. And Mohammad Sarkar is inflammable. സീനിയർ IPS ഉദ്യോഗസ്ഥൻ പണിക്കർ സാറിനെ കാണാൻ വന്നതാണ് മുഹമ്മദ്. പോലീസ് സർവീസിലെ കഥകളും ഷെട്ടിയുടെ അച്ഛൻ വീരേന്ദ്ര ഷെട്ടിയെ പൂട്ടിയ കഥയുമൊക്കെ പറയുകയാണ് പണിക്കർ. മുഹമ്മദിന് പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുത്തി നൽകുകയാണ് പണിക്കർ സാർ. അതിലൊരാൾ CI ഗിർഗരി, ഷാർപ്പ് ഷൂട്ടർ. വ്യാജചാരായ റെയ്ഡിലാണ് സാർ ഇപ്പോൾ. സസ്പെൻഷനിലാണെങ്കിലും ഡ്യൂട്ടിയിലാണ്. ഇപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ച് ടീമിൽ ചേർത്തു. റഹീം ഹാജി കൊല്ലപ്പെട്ടപ്പോൾ പകർത്തിയ ഫോട്ടോകൾ പരിശോധിക്കുകയാണ്. ഇതിൽ ഒരു ഫോട്ടോ റഹീം ഹാജി കൊല്ലപ്പെട്ട ഉടൻ പകർത്തിയതാണെന്ന് രക്തം ഒലിച്ചിറങ്ങിയ വ്യത്യാസം കണ്ട് മുഹമ്മദിന്റെ ഭാര്യ തിരിച്ചറിയുന്നു. ഈ ഫോട്ടോ വന്നിരിക്കുന്നത് മാതൃരാജ്യം പത്രത്തിലുമാണ്. ഫോട്ടോയിൽ കണ്ട സത്യം പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ ഗുരുമൂർത്തി എന്ന ട്രാഫിക് പോലീസിന്റെ സഹായം തേടുന്നു. ഇദ്ദേഹം IT വിദഗ്ധനാണത്രേ. ഫോട്ടോയിലുള്ള ബ്ലഡിന്റെ ഇന്റൻസിറ്റി പരിശോധിച്ചു. മാതൃരാജ്യത്തിലെ ഫോട്ടോ റഹീം ഹാജിയുടെ മരണത്തിന് അടുത്ത നിമിഷം എടുത്തതാണെന്ന് ഉറപ്പിച്ചു. മാതൃരാജ്യം പത്രം ഓഫീസിൽ അന്വേഷിക്കുന്നു. എന്നാൽ പത്രം ഓഫീസ് ഫോട്ടോഗ്രാഫർ ആരാണെന്ന് പറയാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ പത്രാധിപരെ മുഹമ്മദും ഗ്രിഗറിയും കസ്റ്റഡിയിലെടുക്കുന്നു. ഒപ്പം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിനെയും. ചോദ്യം ചെയ്യലിൽ ഫോട്ടോഗ്രാഫറെ കണ്ടുകിട്ടുന്നു. എന്നാൽ സ്പെഷ്യൽ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് വയ്ക്കുന്നു. റഹീം ഹാജി കൊല്ലപ്പെട്ട ഉടൻ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറെ മുഹമ്മദ് സർക്കാർ വിചാരണ ചെയ്യുന്നു. പേര് രാമചന്ദ്രാടിക. മലയാളിയല്ല, എന്നാൽ മലയാളം സംസാരിക്കും. ജോലി ഷെട്ടി കോർപ്പറേഷനിൽ ഫോട്ടോഗ്രാഫർ. റഹീം ഹാജി കൊല്ലപ്പെട്ട് കിടക്കുന്ന ഫോട്ടോ താൻ എടുത്തതാണെന്ന് അയാൾ വിചാരണയിൽ സമ്മതിക്കുന്നു. ഹാജി വെടിയേറ്റ് നിമിഷങ്ങൾക്കകമാണല്ലോ ഫോട്ടോ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതും സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ താങ്കൾ കൊലയ്ക്ക് ദൃക്സാക്ഷിയല്ലേ എന്ന് ചോദിക്കുമ്പോഴും അതിനും സമ്മതം മൂളുന്നു. ഫോട്ടോഗ്രാഫ് ഷെട്ടിയെ ഏൽപ്പിച്ചതായും അത് മാതൃരാജ്യം പത്രത്തിലെ മാരാർ സാറെ വിളിച്ചു പറഞ്ഞെന്നും സമ്മതിക്കുന്നു. നേരിട്ട് ഫോട്ടോ മാതൃരാജ്യത്തിൽ ഏൽപ്പിച്ചു. ഇത്രയും ചോദിച്ച് ഫോട്ടോഗ്രാഫറെ വിചാരണ ചെയ്യുന്നത് മുഹമ്മദ് അവസാനിപ്പിച്ചു. ഷെട്ടി എഴുന്നേറ്റ് റഹീം ഹാജിയെ കൊന്നത് ആരാണെന്ന മുഹമ്മദ് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം ഫോട്ടോഗ്രാഫറോട് ചോദിക്കുന്നു. അത് താനാണോ എന്ന് ഷെട്ടി ചോദിക്കുമ്പോൾ അയാൾ അല്ല എന്നു പറയുന്നു. അയാൾ കള്ളം പറയുകയാണെന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ തെളിയിക്കാൻ കോടതി പറയുന്നു. പിന്നെ ആരാണ് റഹീം ഹാജിയെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ ചക്രപാണിയാണെന്ന് ഫോട്ടോഗ്രാഫർ പറയുന്നു. ചക്രപാണി കോടതിയിൽ ഹാജരാകുന്നു. നാടക ഡയറക്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. രാമചന്ദ്ര പറഞ്ഞത് സത്യമാണോ? നിങ്ങളാണോ കൊന്നത് റഹീം ഹാജിയെ? അതെ, ഞാനാണ്. എന്തിന് എന്ന് ചോദിക്കുമ്പോൾ നാടകവുമായി ബന്ധപ്പെട്ട ഒരു കള്ളം പറയുന്നു. ചക്രപാണിയുടെ നാക്കുപിഴ കൊണ്ട് രംഗം വഷളാകുന്നു. സാറാണേലും സഹിക്കുവോ സാറേ? കോടതിക്ക് പുറത്ത് ഷെട്ടി മുഹമ്മദിനെ പരിഹസിക്കുന്നു. താൻ ചക്രപാണിയെക്കൊണ്ട് കുറ്റം ഏറ്റു പറയിപ്പിച്ച് തന്നെ നിരപരാധിയാക്കിയത് മണി പവർ കൊണ്ടാണെന്ന് പറയുന്നതോടെ ഷെട്ടിയുടെ വില്ലൻ ഭാവം പുറത്തുവരുന്നു. ഇതിനിടയിൽ മുഖ്യമന്ത്രി മുഹമ്മദിനെ വിളിപ്പിക്കുന്നു. കോടതിയിലുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ട് ശകാരിക്കുന്നു. ഷെട്ടി രക്ഷപ്പെട്ടതിൽ CMഉം പരിഭവവും പറയുന്നു. ഷെട്ടി കേസിൽ പതിവിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം CM നേരിട്ട് നൽകുന്നതോടെ നരേന്ദ്ര ഷെട്ടി പൂട്ടാനുള്ള ശക്തി കൂടുതൽ സംഭരിച്ച് മുഹമ്മദ് സർക്കാരിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഇതിനിടയിൽ ചക്രപാണിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോയ ഗുരുമൂർത്തി ഒരു വിവരവും ശേഖരിക്കാനാകാതെ തിരിച്ചുവരുന്നു. എന്നാൽ അന്വേഷണം വീണ്ടും ചക്രപാണിയിലേക്കു തന്നെ. ചക്രപാണിയുടെ ആദ്യ ഭാര്യയോട് ചോദിക്കുന്നു. അറിയില്ല എന്നു മറുപടി. പിന്നീട് ഫാദർ പൗലോസിനോടും ചോദിക്കുന്നു. പൗലോസ് അച്ഛനും ചക്രപാണിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അച്ഛൻ്റെ മേൽനോട്ടത്തിലുള്ള സെയിന്റ് മേരീസ് ലേത്ത് വർക്സിൽ ഒരു സ്പെയർ പാർട്സ് കണ്ട മുഹമ്മദിനും പണിക്കർക്കും സംശയം തോന്നി. അച്ഛനോട് ചോദിച്ചപ്പോൾ അതെന്തിൻ്റെ സ്പെയർ പാർട്സ് ആണെന്ന് അറിയില്ലെന്നും ശിവകാശിക്കാരൻ ചെട്ടിയാർ തന്ന ഓർഡറാണെന്നും പറഞ്ഞു. സ്പെയർ പാർട്സ് ഒരു പീസ് മുഹമ്മദ് പോക്കറ്റിലിടുന്നു. അച്ഛനോട് വിവരങ്ങൾ ചോദിക്കുന്നത് ആരോ മറഞ്ഞിരുന്ന് വീക്ഷിക്കുന്നതായി മുഹമ്മദ് കാണുന്നു. മുഹമ്മദും പണിക്കരും കൂട്ടരും AK-47 തോക്കിന്റെ സ്പെയർ പാർട്സ് പരിശോധിക്കുന്നു. പ്രത്യേകം ആപ്ലിക്കേഷൻ നൽകി മുഹമ്മദ് ഒപ്പിച്ചെടുത്തതാണ് ഈ AK-47. യെസ്,
ആ സ്പെയർ പാർട്സ് പണിക്കർ കണ്ടുപിടിച്ചു. കമോൺ, യൂസ് യുവർ ബ്രെയിൻസ്. സൂക്ഷിച്ചു നോക്ക്. ഒരവന് ഓർമ്മയില്ല, മനസ്സിലായില്ല? ബുദ്ധി ഉപയോഗിക്കുക. ഫാദർ പൗലോസിന്റെ ലേത്ത് വർക്ക്ഷോപ്പിൽ നിർമ്മിക്കുന്ന അതേ പാർട്സ്. അത് AK-47 ഇമിറ്റേഷൻ പാർട്സ് ആണ്. പൗലോസ് അച്ഛനെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ അറിയാം എന്ന് അഭിപ്രായം ഉയരുന്നു. ഇവരുടെ സംഭാഷണവും ഒരാൾ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. ചുവന്ന ഷാൾ ധരിച്ച അയാളെ മുഹമ്മദും സംഘവും പിടികൂടുന്നു. പട്ടാളത്തിന്റെ കോടതിയുടെ ഷൂട്ടഡ് സൈറ്റ് എന്ന ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട K. ശിവറാം എന്ന ഇന്ത്യൻ ജവാൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ജവാനാണ്. അയാൾ നേരിട്ട ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയാണ്. ഇന്ത്യൻ അതിർത്തി പ്രദേശമായ കരിംനഗറിൽ സംഘർഷ സാധ്യത രൂപപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ ആയുധമെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ജവാനായിരുന്നത്രേ ശിവറാം. ആയുധങ്ങളുമായി വന്ന ശിവറാം അകലെ മറ്റ് ഇന്ത്യൻ ആർമി വാഹനങ്ങൾ ആയുധങ്ങളുമായി എത്തിയതായി കാണുന്നു. സംശയത്തോടെ അകത്തു കടന്ന ശിവറാം തന്റെ സീനിയർ ഓഫീസർ മേജർ റോണാജ് സിംഗിനെ കാണുന്നു. ക്ലറിക്കൽ മിസ്റ്റേക്സ് കൊണ്ട് ടെസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആയുധങ്ങളായിരുന്നു ശിവറാം വന്ന വാഹനങ്ങളിൽ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് സാധ്യതയില്ല. എങ്കിലും ചീഫ് ഓഫീസർ ഗിരിധർ ബർമയുടെ റിട്ടേൺ ഓർഡർ കണ്ടപ്പോൾ വിശ്വസിക്കാതിരിക്കാനായില്ലത്രേ. താൻ കൊണ്ടുവന്ന വാഹനം മേജർക്ക് കൈമാറി അവർ കൊണ്ടുവന്ന ടെസ്റ്റഡ് ഒക്കെ ആയുധങ്ങൾ കയറ്റിയ വാഹനവുമായി പോകാൻ ഒരുങ്ങുമ്പോഴാണ് മറ്റൊരു ആർമി ഓഫീസറെ കാണുന്നത്, K. ജയകുമാർ. പക്ഷേ അത് നരേന്ദ്ര ഷെട്ടിയായിരുന്നു. അന്ന് രാത്രിയിലെ അതിർത്തി സംഘർഷത്തിൽ ഇന്ത്യൻ ആർമി പരാജയപ്പെട്ടു. 167 ജവാന്മാർ മരിച്ചു. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. താൻ കണ്ടത് ഷെട്ടിയെ തന്നെയാണെന്ന് ഉറപ്പായി. ആയുധ കൈമാറ്റത്തിൽ കള്ളക്കളികൾ നടന്നിട്ടുള്ളതായും ഉറപ്പായി. ഈ സംശയം ഗിരിധർ ബർമയോട് പറഞ്ഞയുടൻ അയാൾ ജവാന് നേരെ ആദ്യം വെടിവച്ചു. അവരെ നേരിട്ട് കണ്ണുവെട്ടിച്ച് ശിവറാം അവിടുന്ന് രക്ഷപ്പെട്ടു. ശിവറാം പൗലോസ് അച്ഛൻ പറഞ്ഞിട്ടാണ് മുഹമ്മദിനു മുന്നിൽ കീഴടങ്ങാൻ വന്നത്. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ റോയി ശിവറാമിന്റെ സുഹൃത്തായിരുന്നത്രേ. റോയി മരിക്കുന്നതിനു മുൻപ് ചക്രപാണിയെ പിന്തുടരുന്ന സമയം ശിവറാമിന് ചക്രപാണിയെ റോയിയെ കാണിച്ചു കൊടുത്തിരുന്നു. റോയി ചക്രപാണിയെ പിന്തുടർന്നു. അന്നാണ് റോയി മരിച്ചത്. പൗലോസ് അച്ഛനെ കണ്ട് ചോദിക്കുന്നു, ലേത്ത് വർക്ക്ഷോപ്പിൽ കിട്ടിയ AK-47 സ്പെയർ പാർട്സ് ഓർഡറിന്റെ ഉറവിടം കിട്ടാൻ. അടുത്ത ലോഡ് വരുന്നതുവരെ അവർ കാത്തുനിന്നു. നാഗപ്പൻ വന്നു ലോഡുമായി പുറത്തേക്ക്. ഈ വാഹനത്തിൽ ഗ്രിഗറിയും മൂർത്തിയും ഉണ്ടായിരുന്നു. പിന്നീട് ഡ്രൈവറായി മൂർത്തിയും. ലിഫ്റ്റ് ചോദിച്ച് ഗ്രിഗറിയും. നാഗപ്പനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ലോഡ് എവിടേക്കാണെന്ന് നാഗപ്പന് അറിയില്ല. ആണ്ടല്ലൂരിലേക്കാണ്. പക്ഷേ ലോഡ് അവിടെ നിന്ന് ആര് കൊണ്ടുപോകുമെന്നും നാഗപ്പന് അറിയില്ല. ലോഡ് കൈമാറേണ്ടത് രാജമാണിക്യത്തിനാണത്രേ. പതിവ് പോലെ നാഗപ്പൻ വിഗ്രഹത്തിന് മുന്നിൽ താക്കോൽ വച്ചു മാറുന്നു. ഡ്രൈവറെ ആക്രമിച്ച് ഗ്രിഗറി കയറുന്നു. കയറി വരുന്ന ബഷീർ പേടിക്കുന്നു. ബഷീറിനെ മുഹമ്മദും സംഘവും പിടികൂടുന്നു. ലോഡ് വൈകുന്നതിൽ ഷെട്ടി അസ്വസ്ഥനാകുന്നു. ലോഡ് മിസ്സായതിൽ ഷെട്ടിക്ക് ഐഡിയയുണ്ട്. നാഗപ്പയെക്കുറിച്ച് ഫാദർ പൗലോസ് കൊടുത്ത വിവരമാണ് വേര് എന്ന് മനസ്സിലാക്കി ചക്രപാണിയുടെ വാളുകൊണ്ട് ഫാദർ പൗലോസ് മരിച്ചു വീഴുന്നു. ചക്രപാണി റഹീം ഹാജി വധക്കേസിൽ ജയിലിലാണ്. സംഭവസ്ഥലത്തെത്തിയ മുഹമ്മദും സംഘവും പണിക്കർ വഴി ഭാര്യയെയും മക്കളെയും സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിക്കുന്നു. ജയിലറുടെ മെസ്സേജ് വരുന്നു, ചക്രപാണി ജയിലിൽ തന്നെ ഉണ്ടെന്ന്. പൗലോസ് അച്ഛൻ്റെയും റോയിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവിൽ സാമ്യം ഉള്ളതായി മുഹമ്മദ് കാണുന്നു. ഷെട്ടിയുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കുന്നു. ഒരു അൺലിസ്റ്റ് നമ്പറും കാണുന്നു. ബഷീറിനെ കൊണ്ട് DYSP ജോൺ വർഗീസിനെ വിളിപ്പിക്കുന്നു. ചക്രപാണിയെ ജയിലിൽ നിന്നിറക്കി പൗലോസ് അച്ഛനെ കൊന്ന കാര്യം ഫോണിലൂടെ പറയുന്നു. ഇത് മുഹമ്മദും സംഘവും റെക്കോർഡ് ചെയ്യുന്നു. ഷെട്ടിയും ചക്രപാണിയും എവിടെ എന്ന് ബഷീറിനോട് ചോദിക്കാൻ പറയുന്നു. എന്നാൽ ചക്രപാണിയുടെ കാര്യം ആലീസിന്റെ ഡിപ്പാർട്ട്മെന്റാണത്രേ. ബഷീർ ഓവർ ബ്രിഡ്ജിനടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ DYSP ജോൺ വർഗീസ് ബഷീറിനെ കാണാൻ പുറത്തേക്ക് പോയി. ഈ സമയം ഭാര്യ ആലീസിന്റെ അടുത്തേക്ക് മുഹമ്മദ് എത്തുന്നു. ആലീസ് വഴി ചക്രപാണി എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ മുഹമ്മദും സംഘവും അവിടേക്ക്. ചക്രപാണിയെ പിടികൂടുന്നു. ഏത് കേസിൽ നിന്നും ഷെട്ടി തന്നെ രക്ഷിക്കും എന്നുറപ്പുള്ളതുകൊണ്ടാണ് റഹീം ഹാജി കൊലക്കേസ് ഏറ്റെടുത്തത് എന്ന് ചക്രപാണി പറയുന്നു. ജയിൽ ചാടിയാണ് പൗലോസ് അച്ഛനെ കൊന്നത്. സിംഗപ്പൂരിലേക്ക് ചക്രപാണിയെ കടത്താനായിരുന്നു ഷെട്ടിയുടെ പദ്ധതി. റോയി അലക്സിനെ കൊന്ന കാര്യവും ചക്രപാണി തുറന്നു പറയുന്നു.
ഡോളറുകൾ വാങ്ങി പത്തേമാരി വഴി കൊളംബോയിലേക്ക് എത്തിക്കുന്നതും ചക്രപാണിയാണെന്ന് സമ്മതിക്കുന്നു. അവിടെ പണം ഏൽപ്പിക്കുന്നത് ഒരു ഏജന്റിനെയാണത്രേ. AK-47 സ്പെയർ പാർട്സ് കാണിച്ചപ്പോൾ ചക്രപാണി കാര്യങ്ങൾ പറയുന്നു. എല്ലാം ഉൾപ്പെടുത്തിയ FIR മുഹമ്മദ് CMന് മുന്നിൽ സമർപ്പിച്ചു. റഹീം ഹാജി കൊലക്കേസ്, റോയി വധക്കേസ്, ഫാദർ പൗലോസ് വധക്കേസ്, ഇതെല്ലാം ഒരൊറ്റ ഫയലിൽ കണ്ട CM ഞെട്ടുന്നു. ആയുധക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ കൊലകളുടെയെല്ലാം അടിസ്ഥാനം. എന്നാൽ ഈ FIR വെച്ച് ഷെട്ടിയെ കുടുക്കാനാകില്ലെന്ന് ഉറപ്പായി. AK-47 സ്പെയർ പാർട്സ് തെളിവായി ലഭിച്ചതോടെ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട കേസായി മാറി. അതിനാൽ കേന്ദ്ര ഗവൺമെന്റിന് കേസ് കൈമാറണമെന്നാണ് മുഹമ്മദ് CMനോട് പറയുന്നത്. എന്നാൽ മുഹമ്മദ് തന്നെ കേസ് അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അടിയന്തരമായി ഇന്ത്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തണമെന്നാണ് മുഹമ്മദ് പറയുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിൽ പ്രതിയായ ശിവറാമിനെ BSS ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്ത് മുഹമ്മദും സംഘവും പോകുമ്പോൾ ചക്രപാണി ശിവറാമിനെ കുത്തിവീഴ്ത്തുന്നു. ഈ സമയം തന്നെ അവർ ഗിരിധർ ബറുവയെ കാണുന്നു. അവർ ബറുവയുടെ സ്വകാര്യ വസതിയിൽ കടന്നുകൂടുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥനെ കീഴ്പ്പെടുത്തി യൂണിഫോം എടുത്ത് ഗിരിധറിന് സമീപത്തേക്ക് മദ്യത്തിൽ മയക്കുമരുന്ന് ചേർത്തു നൽകുന്നു. ഉടൻ ഗിരിധർ മയങ്ങി വീഴുന്നു. ഗിരിധറിനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് ബറുവയെ കൊണ്ടുപോകുന്നു. ഷെട്ടിയെ ഫോണിൽ വിളിപ്പിച്ച് എത്തിക്കുന്നു. എന്നാൽ ഷെട്ടിക്ക് സംശയം തോന്നിയിരുന്നു. കരുതിയാണ് അയാളും വന്നിട്ടുള്ളത്. ആയുധ കൈമാറ്റത്തിലൂടെ പട്ടാള അട്ടിമറി നടത്താനുള്ള പദ്ധതിയായിരുന്നു ഷെട്ടിക്കുണ്ടായിരുന്നത്. മൂർത്തിയെ ചക്രപാണി ലോക്ക് ചെയ്തു. വീണ്ടും ഷെട്ടി മൂർത്തിയെ ലോക്ക് ചെയ്ത് ചക്രപാണിയുമായി മുഹമ്മദ് ഏറ്റുമുട്ടുന്നു. ചക്രപാണി കുത്തേറ്റു മരിക്കുന്നു. ഇതിനിടയിൽ മൂർത്തി ഷെട്ടിയുടെ വെടിയേറ്റ് മരിക്കുന്നു. ഷെട്ടിയെയും ഗിരിധറിനെയും മുഹമ്മദ് സർക്കാരിന്റെ ടീം നേരിടുന്നു. 2 കൊടും കുറ്റവാളികൾ കത്തിച്ചാമ്പലാകുന്നു. മുഹമ്മദും ഗിർഗിറയും പുറത്തേക്ക്.